നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നത് മരണശേഷം മാത്രമല്ല, ഈ ജീവിതത്തിൽ തന്നെയാണെങ്കിലോ? ആ പ്രതിഫലം നമ്മുടെ കയ്യിൽ കിട്ടുന്ന പണമോ സമ്മാനങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ സ്വഭാവത്തിലും ചിന്തയിലും ദൈവവുമായുള്ള ബന്ധത്തിലും വരുന്ന മാറ്റങ്ങളാണെങ്കിലോ? ഈ ഒരു പുതിയ കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത്. അതെ, ഇതൊരു അടിസ്ഥാനപരമായ മാറ്റം തന്നെ ആവശ്യപ്പെടുന്ന ഒരു ചിന്തയാണ്. കാരണം സാധാരണയായി നമ്മൾ സൽക്കർമ്മങ്ങളെ കാണുന്നത് ഒരുതരം ആത്മീയ ബിറ്റ്കോയിൻ മൈനിങ് പോലെയാണ്, അല്ലേ? ആ ബിറ്റ് കോയിൻ മൈനിങ് എന്ന പ്രയോഗം അത് വളരെ ശരിയാണ്. അതെ, ഇവിടെ കഠിനാധ്വാനം ചെയ്താൽ, അതായത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്താൽ, ഭാവിയിൽ എപ്പോഴോ പരലോകത്തു വെച്ച് നമുക്ക് അതിൻ്റെ എല്ലാം ഒരു പേ ഔട്ട് കിട്ടുമെന്ന പ്രതീക്ഷ. ഓരോ പ്രവൃത്തിയും ഒരു ഡിജിറ്റൽ കോയിൻ പോലെ നമ്മുടെ അക്കൗണ്ടിൽ ഇങ്ങനെ ശേഖരിക്കപ്പെടുന്നുവെന്ന് കരുതുന്നു. അത് കേൾക്കാൻ വളരെ എളുപ്പമുള്ളൊരാശയമാണ്. പക്ഷെ അതിലൊരു അപകടമില്ലേ? നമ്മുടെ ആത്മീയതയെ അതൊരു കച്ചവടം പോലെയാക്കി മാറ്റില്ലേ? ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തു, അപ്പോൾ എനിക്ക് തിരികെ ഇത്ര കിട്ടണം എന്നൊരു കണക്കുകൂട്ടൽ. അത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്നത് അത്ര നല്ലതാണോ? അതാണ് പ്രധാന പ്രശ്നം. അതൊരു ഇടപാട് മാത്രമായി ചുരുങ്ങാൻ നല്ല സാധ്യതയുണ്ട്. ദൈവവുമായുള്ള ഒരു സ്നേഹബന്ധത്തിന് പകരം ഒരുതരം കൊടുക്കൽ വാങ്ങൽ ബന്ധമായി അത് മാറും. അപ്പോ പ്രവൃത്തിയുടെ ആത്മാവ്, അതിലെ ആത്മാർത്ഥത ഇതെല്ലാം നഷ്ടപ്പെട്ട് കേവലം കണക്കെടുപ്പായി മാറും. ഞാനിന്ന് 5 സൽക്കർമ്മങ്ങൾ ചെയ്തു, എന്റെ അക്കൗണ്ട് ബാലൻസ് കൂടി എന്ന ചിന്തയിൽ ഒതുങ്ങിപ്പോകും. എന്നാൽ ഞാനൊരു മറുവാദം ചോദിക്കട്ടെ. ഭാവിയിലൊരു വലിയ പ്രതിഫലം കിട്ടുമെന്ന വാഗ്ദാനം ഒരു വലിയ പ്രചോദനമല്ലേ? ഒരുപാട് പേരെ നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപക്ഷെ ആ പ്രതീക്ഷയായിരിക്കില്ലേ? അപ്പൊ നമ്മൾ ആ ശ്രദ്ധ മുഴുവൻ ഈ ജീവിതത്തിലെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ വലിയ മോട്ടിവേഷൻ നഷ്ടപ്പെട്ടു പോകുമോ? വളരെ നല്ല ചോദ്യമാണ്. ഇവിടെ ഈ പുതിയ കാഴ്ചപ്പാട് പരലോകത്തെ പ്രതിഫലത്തെ നിഷേധിക്കുന്നില്ല, ഒരിക്കലുമില്ല. അതവിടെ ഉണ്ട്, തീർച്ചയായും. പക്ഷേ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിനും ഇവിടെ ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ഫലം കൂടിയുണ്ട്. ആ ഫലമാണ് നിങ്ങളുടെ ആത്മീയമായ വളർച്ച. അപ്പോൾ നമ്മുടെ ലക്ഷ്യം മാറുകയാണ്. ഓഹോ! പോയിന്റ് നേടുക എന്നതിൽ നിന്ന് മെച്ചപ്പെട്ട ഒരു മനുഷ്യനാവുക എന്നതിലേക്ക്. ആ വളർച്ചയാണ് ഏറ്റവും വലിയ പ്രതിഫലം. ഭാവിയിലെ പ്രതിഫലം അതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ച മാത്രമാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് നമ്മുടെ ശ്രദ്ധ എനിക്കെന്ത് കിട്ടും എന്നതിൽ നിന്ന് ഞാൻ എന്തായിത്തീരും എന്നതിലേക്ക് മാറണം എന്നാണ്. ഓരോ സൽക്കർമ്മവും നമ്മളെ രൂപപ്പെടുത്തുന്ന ഒരു ശില്പിയുടെ ഉളി പോലെയാണെന്നാണോ? കൃത്യമായി. ഓരോ പ്രവൃത്തിയും നമ്മളിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. നല്ലതോ ചീത്തയോ ആകട്ടെ, അതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക എന്നതാണ് പ്രധാനം. ഇത് നമ്മുടെ ശാരീരിക ആരോഗ്യവുമായി താരതമ്യം ചെയ്താൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ആ താരതമ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് നാളെ ഒരു മത്സരത്തിൽ ജയിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഓരോ ദിവസത്തെ വർക്കൗട്ടും അന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, നമുക്ക് കൂടുതൽ ഊർജം നൽകുന്നുണ്ട്. അത് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതെ, നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യം കൂടുന്നു. ജങ്ക് ഫുഡ് കഴിച്ചാൽ ആരോഗ്യം ക്ഷയിക്കുന്നു. ഇതിന്റെ ഫലം കാണാൻ നമ്മൾ മരണം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെയാണ് ആത്മീയ കാര്യങ്ങളും. ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഒരു ആത്മീയ ഫലമുണ്ട്. ചില പ്രവൃത്തികൾ നമുക്ക് ആത്മീയ സിക്സ് പാക്ക് നൽകും. ആത്മീയ സിക്സ് പാക്ക് കൊള്ളാമല്ലോ ആ പ്രയോഗം. മറ്റു ചിലത് ആത്മീയ പൊണ്ണത്തടി ഉണ്ടാക്കും. കേൾക്കുമ്പോൾ തമാശയായി തോന്നാമെങ്കിലും ആശയം വളരെ ഗൗരവമുള്ളതാണ്. ശരി, നമുക്ക് ചില ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാലോ? ഉദാഹരണത്തിന് നോമ്പ്. അതിനെ നമ്മൾ സാധാരണയായി കാണുന്നത് ഒരുപാട് പുണ്യം കിട്ടുന്ന ഒരു ആരാധനയായിട്ടാണ്. ഈ പുതിയ കാഴ്ചപ്പാടിൽ നോമ്പിന്റെ പ്രതിഫലം എന്തായിരിക്കും? മികച്ച ഉദാഹരണമാണത്. പുണ്യം കിട്ടും എന്നതിനപ്പുറം നോമ്പ് നമ്മളിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്? ഒന്നാമതായി, അത് നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ പഠിപ്പിക്കുന്നു. നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിശപ്പും ദാഹവും പോലുള്ള ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമ്പോൾ മറ്റു പല ദുശ്ശീലങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഇച്ഛാശക്തി നമുക്ക് ലഭിക്കുന്നു. രണ്ടാമതായി, അത് ദൈവബോധം വർദ്ധിപ്പിക്കുന്നു. വിശക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഭക്ഷണത്തെക്കുറിച്ച് ഓർക്കും. പക്ഷേ ദൈവത്തിനു വേണ്ടിയാണിത് ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോൾ ആ ചിന്ത ദൈവത്തിലേക്ക് തിരിയുന്നു.
ഒരു ദിവസം പലതവണ ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും ദൈവവുമായി കൂടുതൽ ബന്ധത്തിലാകും. ഇതാണ് നോമ്പിന്റെ ഈ ജീവിതത്തിലെ പ്രതിഫലം, വർദ്ധിച്ച ഇച്ഛാശക്തിയും ദൈവബോധവും. ദാനധർമ്മത്തിന്റെ കാര്യത്തിലും ഇത് ശരിയായിരിക്കുമല്ലോ. പണം കൊടുക്കുമ്പോൾ പരലോകത്തതിന്റെ 10 ഇരട്ടി കിട്ടും എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ആ കൊടുക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മളിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടാകുമല്ലോ, അല്ലേ? തീർച്ചയായും. ദാനധർമ്മം നമ്മളെ ശുദ്ധീകരിക്കുന്നു എന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണ്? അത് നമ്മുടെ ഉള്ളിലെ പണത്തോടുള്ള ആർത്തിയും സ്വാർത്ഥതയും കുറയ്ക്കുന്നു. നമ്മുടെ കയ്യിലുള്ളത് യഥാർത്ഥത്തിൽ നമ്മുടേതല്ല, അത് ദൈവത്തിൻ്റേതാണെന്നൊരു തിരിച്ചറിവ് നൽകുന്നു. മറ്റൊരാളുടെ വിഷമം കാണാനും അതിൽ പങ്കുചേരാനും നമ്മളെ പഠിപ്പിക്കുന്നു. ആ പണം കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഭൗതികതയുടെ ഒരു ഭാരം കുറയുകയാണ്. ആ ലാഘവത്വം, ആ സഹാനുഭൂതി, അതാണ് ദാനധർമ്മത്തിന്റെ തത്സമയ പ്രതിഫലം. എനിക്കിപ്പോൾ നമസ്കാരത്തെക്കുറിച്ചാണൊരു സംശയം. പലർക്കും, എനിക്കുൾപ്പെടെ, ചിലപ്പോൾ നമസ്കാരം ഒരു ശീലമായി, യാന്ത്രികമായി ചെയ്യാറില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന തത്സമയ പ്രതിഫലം എങ്ങനെയാണ് അനുഭവിക്കാൻ കഴിയുക? വെറുമൊരു കടമ തീർക്കുന്നതിനപ്പുറം. വളരെ പ്രസക്തമായ ചോദ്യമാണ്. എല്ലാ ദിവസവും ഒരേപോലെ അനുഭവപ്പെടണമെന്നില്ല. ശരിയാണ്, ചില ദിവസങ്ങളിൽ നമുക്ക് പൂർണ്ണമായ ശ്രദ്ധ കിട്ടും, മറ്റു ചിലപ്പോൾ മനസ്സലിഞ്ഞു തിരിയും. പക്ഷെ അവിടെയാണ് ആ പ്രവൃത്തിയുടെ സൗന്ദര്യം. നിങ്ങൾ സ്ഥിരമായി സ്നേഹിക്കുന്ന ഒരാളുമായി എല്ലാ ദിവസവും സംസാരിക്കുന്നു എന്ന് കരുതുക. എല്ലാ ദിവസത്തെയും സംഭാഷണം അവിസ്മരണീയമാകണമെന്നില്ല. പക്ഷെ ആ ബന്ധം നിലനിർത്തുന്നത് ആ സ്ഥിരമായ ആശയവിനിമയമാണ്. അതുപോലെ നമസ്കാരം എന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം പുതുക്കുന്നൊരു പ്രവൃത്തിയാണ്. ശ്രദ്ധ കിട്ടാത്ത ദിവസങ്ങളിൽ പോലും നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ബോധം, ആ അച്ചടക്കം, അതുതന്നെ ഒരു വലിയ ആത്മീയ വ്യായാമമാണ്. ആ ബന്ധം മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നതാണ് അപ്പോഴത്തെ പ്രതിഫലം. ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഒരിടക്ക് ഞാൻ വ്യായാമം ചെയ്യാൻ കുറച്ചു മടിച്ച് യൂട്യൂബിൽ വർക്കൗട്ട് വീഡിയോകളും മോട്ടിവേഷണൽ വീഡിയോകളും ഒരുപാട് കാണുമായിരുന്നു. അത് കാണുമ്പോൾ വലിയ ആവേശമൊക്കെ തോന്നും. പക്ഷേ എന്റെ ആരോഗ്യം ഒട്ടും മെച്ചപ്പെട്ടില്ല. കാരണം ഞാൻ സ്വയം ഒന്നും ചെയ്യുന്നില്ലായിരുന്നു. അതെ, അതുതന്നെയാണ് കാര്യം. ഇന്നത്തെ കാലത്ത് നമുക്ക് മതപരമായ അറിവുകൾ ലഭിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പ്രഭാഷണങ്ങൾ കേൾക്കാം, വീഡിയോകൾ കാണാം, പുസ്തകങ്ങൾ വായിക്കാം. ഇതെല്ലാം നല്ലതാണ്, അത് നമുക്ക് വഴികാട്ടിയാവും. പക്ഷേ മറ്റൊരാൾ ജിമ്മിൽ പോകുന്നത് കണ്ടിരുന്നാൽ നമ്മുടെ മസിൽ വളരില്ലല്ലോ, ശരിയല്ലേ? അതുപോലെ മറ്റുള്ളവരുടെ അറിവ് കേട്ടതുകൊണ്ട് മാത്രം നമ്മുടെ ആത്മീയ ആരോഗ്യം മെച്ചപ്പെടില്ല. നമ്മൾ സ്വയം ആ പ്രവൃത്തികൾ ചെയ്യണം. ആ പ്രവൃത്തികളിലൂടെ മാത്രമേ യഥാർത്ഥ മാറ്റം നമ്മളിൽ സംഭവിക്കൂ. അറിവ് ഒരു ഭൂപടം പോലെയാണ്, പക്ഷേ യാത്ര നമ്മൾ തന്നെ ചെയ്യണം. ശരിയായ പ്രവൃത്തികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, പ്രത്യേകിച്ചും സംശയങ്ങളുള്ള വിഷയങ്ങളിൽ? അവിടെയാണ് ഈ ആശയത്തിലെ ഏറ്റവും ശക്തമായ ഒരു പ്രായോഗിക ഉപകരണം വരുന്നത്. നമുക്കതിനെ ഒരു ഗുഡ് ഡീഡ് ഡിറ്റക്ടർ എന്ന് വിളിക്കാം. ഗുഡ് ഡീഡ് ഡിറ്റക്ടർ കൊള്ളാം. അതെ, ഒരു പ്രവൃത്തി നല്ലതാണോ ചീത്തയാണോ എന്ന് സംശയം വരുമ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു മാനസിക പരിശോധനയാണത്. ഓക്കെ, അതെങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അതിന്റെ സൂത്രവാക്യം വളരെ ലളിതമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ സ്വയം ഈ ചോദ്യം ചോദിക്കുക: ഈ പ്രവൃത്തി എന്നെ ദൈവത്തോട് അടുപ്പിക്കുമോ അതോ അകറ്റുമോ? ഇത് ചെയ്തു കഴിയുമ്പോൾ ഞാൻ ആത്മീയമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട, ശാന്തനായ, സ്നേഹമുള്ള ഒരു വ്യക്തിയായി മാറുമോ അതോ എന്റെ മനസ്സിൽ അസ്വസ്ഥതയും കുറ്റബോധവും നിറയുമോ? അതായത് ഒരു പ്രവൃത്തിയുടെ ബാഹ്യമായ രൂപത്തിനപ്പുറം അത് നമ്മുടെ ആന്തരിക ലോകത്ത് എന്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കുക. അത് നിങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ കലുഷിതമാക്കുന്നുണ്ടെങ്കിൽ അതൊരു തെറ്റായ പ്രവൃത്തിയാണ്. നിങ്ങളെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല പ്രവൃത്തിയാണ്. അതെ, ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ വരും. ഇത് വളരെ വ്യക്തിപരമായ ഒരളവുകോലാണ്. ശരി, നമുക്കിതൊന്ന് പരീക്ഷിച്ചു നോക്കാം. കുറച്ചുകൂടി ഒരു സങ്കീർണമായ ഉദാഹരണം എടുക്കാം. സംഗീതം കേൾക്കുന്ന കാര്യം. ചിലർക്ക് അത് തികച്ചും ഹാനികരമായ ഒന്നാണ്. മറ്റു ചിലർക്ക് അത് മനസ്സിന് സമാധാനം നൽകുന്ന, ദൈവത്തെ ഓർക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇവിടെ ഈ ഡിറ്റക്ടർ എങ്ങനെയാണ് പ്രവർത്തിക്കുക? വളരെ നല്ലൊരു ഉദാഹരണമാണത്. ഇവിടെയാണ് ഈ ഡിറ്റക്ടർ ഒരു നിയമപുസ്തകം പോലെയല്ല, മറിച്ച് ഒരു കോമ്പസ് പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് എല്ലാവർക്കും ഒരേ ദിശയല്ല കാണിച്ചു തരിക. ചോദ്യം ഇതാണ്: നിങ്ങൾ കേൾക്കുന്ന ആ സംഗീതം നിങ്ങളിൽ എന്ത് ഫലമാണുണ്ടാക്കുന്നത്? അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ഉയർന്ന ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ടോ? അതോ അത് നിങ്ങളെ ഭൗതികമായ ആഗ്രഹങ്ങളിലേക്കും ദൈവത്തെ മറക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടുപോകുന്നുണ്ടോ? ഒരേ പാട്ട് തന്നെ രണ്ടുപേരിൽ രണ്ട് രീതിയിലുള്ള സ്വാധീനം ഉണ്ടാക്കിയേക്കാം.
അപ്പോൾ നിയമമെല്ലാവർക്കും ഒന്നായിരിക്കാം, പക്ഷെ അതിന്റെ പ്രയോഗം ഓരോ വ്യക്തിയുടെയും ആത്മീക അവസ്ഥയെ ആശ്രയിച്ചിരിക്കും. മറ്റൊരാളെ വിധിക്കാനല്ല, മറിച്ച് സ്വന്തം യാത്രയെ വിലയിരുത്താനാണ് ഈ ഉപകരണം. കൃത്യമായി. എന്റെ ഡിറ്റക്ടർ എനിക്ക് നൽകുന്ന ഉത്തരം മറ്റൊരാൾക്ക് ശരിയാകണമെന്നില്ല. എന്റെ ആത്മീയ ആരോഗ്യത്തിന് നല്ലതായ ഒരു ഭക്ഷണം ഒരുപക്ഷെ മറ്റൊരാൾക്ക് ദോഷകരമായിരിക്കാം. അതുകൊണ്ട് മറ്റൊരാൾ എന്തു ചെയ്യുന്നു എന്ന് നോക്കി വേവലാതിപ്പെടുന്നതിനു പകരം എന്റെ ഓരോ പ്രവൃത്തിയും എന്റെയും ദൈവവുമായുള്ള ബന്ധത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്ന് ഞാൻ ചിന്തിക്കണം. ഇതാണ് ആത്മീയമായ പക്വത. ശരി, നമ്മൾ ഈ ഡിറ്റക്ടർ ഉപയോഗിച്ച് നമ്മുടെ പ്രവൃത്തികളെ വിലയിരുത്തുന്നു എന്ന് വെക്കുക. അതിലൂടെ നമുക്ക് ആത്മീയമായ വളർച്ചയുണ്ടാകുന്നു. പക്ഷെ ഈ വളർച്ച, ഈ പുരോഗതി ഞാൻ എങ്ങനെയാണ് അളക്കുക? ഇതൊരു ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ്മെന്റ് പോലെ പരിശോധിക്കാൻ പറ്റുന്ന ഒന്നല്ലല്ലോ. അല്ല, തീർച്ചയായുമല്ല. ഇതിനു വേണ്ടത് സത്യസന്ധമായ ആത്മപരിശോധനയാണ്. മറ്റാർക്കും നമുക്ക് വേണ്ടി അത് ചെയ്യാൻ കഴിയില്ല. ഇതൊരു ക്വാണ്ടിറ്റേറ്റീവ് അളവല്ല, ക്വാളിറ്റേറ്റീവായ ഒന്നാണ്. നമ്മൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തിയെന്ന് നമ്മൾ തന്നെയാണ് വിലയിരുത്തേണ്ടത്. ഈ വിലയിരുത്തലിന് സഹായിക്കുന്ന ചില സൂചകങ്ങൾ എന്തൊക്കെയാണ്? എവിടെയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത് ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ്, അതായത് തൗഹീദ്. ദൈവം നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദുവായി മാറിയിട്ടുണ്ടോ? അതോ പ്രതിസന്ധികൾ വരുമ്പോൾ മാത്രം ഓർക്കുന്ന ഒരാളാണോ? നമ്മുടെ തീരുമാനങ്ങളിലെല്ലാം ദൈവത്തിന് സ്ഥാനമുണ്ടോ? ഈ വ്യക്തത കൂടിയിട്ടുണ്ടോ എന്ന് നോക്കാം. രണ്ടാമതായി, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം. പ്രാർത്ഥിക്കാനും ദൈവത്തെ ഓർക്കാനും നമുക്ക് മുൻപത്തേക്കാൾ ഇഷ്ടം തോന്നുന്നുണ്ടോ? ദൈവത്തിന്റെ സൃഷ്ടികളെ കാണുമ്പോൾ അവനെ ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ സ്വഭാവത്തിലെ മാറ്റങ്ങളും ഒരു പ്രധാന അളവുകോലായിരിക്കുമല്ലോ. അതെ, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുതന്നെയാണ്. മുൻപ് പെട്ടെന്ന് ദേഷ്യം വന്നിരുന്ന എനിക്ക് ഇപ്പോൾ കുറച്ചുകൂടി ശ്രമിക്കാൻ സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? എന്റെ സംസാരത്തിൽ പരുഷത കുറഞ്ഞ് ദയ കൂടിയിട്ടുണ്ടോ? ആളുകളോട് കൂടുതൽ കരുണ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇവയെല്ലാം ആത്മീയ വളർച്ചയുടെ വ്യക്തമായ ലക്ഷണങ്ങളാണ്. ആരാധനകൾ ചെയ്യാനുള്ള നമ്മുടെ ആഗ്രഹം വർദ്ധിക്കുന്നതും ഒരു സൂചകമാണ്. അതൊരു ഭാരമായിട്ടാണോ അതോ സന്തോഷമായിട്ടാണോ അനുഭവപ്പെടുന്നത്? അപ്പോൾ ദിവസവും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാണോ ഞാനെന്ന്? ഒരു ചെറിയ ശതമാനമെങ്കിലും ഞാൻ മെച്ചപ്പെട്ടിട്ടുണ്ടോ? അതെ, ആ ചെറിയ മെച്ചപ്പെടലുകളാണ് പ്രധാനം. എല്ലാ ദിവസവും വലിയ കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടാകണമെന്നില്ല, പക്ഷെ ശരിയായ ദിശയിലുള്ള ചെറിയ ചുവടുകൾ മതി. ആ ഒരു ചോദ്യം സ്വയം ചോദിക്കുന്ന നിമിഷം തന്നെ ഒരു വലിയ ആത്മപരിശോധനയാണ്. ശരി. അപ്പോ ഇന്നത്തെ നമ്മുടെ ചർച്ചയിലെ കാതലായ ആശയങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം. സൽക്കർമ്മങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തയെ ഭാവിയിൽ എപ്പോഴോ കിട്ടാനിരിക്കുന്ന ബിറ്റ്കോയിൻ എന്നതിൽ നിന്ന് ഈ നിമിഷത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയുന്ന ഒരാത്മീയ പരിവർത്തനത്തിലേക്ക് നമ്മൾ മാറ്റി ചിന്തിക്കാൻ ശ്രമിച്ചു. അതെ, ഓരോ സൽക്കർമ്മവും നമ്മുടെ ആത്മീയ ആരോഗ്യത്തിനുള്ള ഒരു വ്യായാമം പോലെയാണ്. അതിന് ഈ ജീവിതത്തിൽ തന്നെ വ്യക്തമായ അനുഭവവേദ്യമായ ഫലങ്ങളുണ്ട്. ഈയൊരു തിരിച്ചറിവ് നമ്മുടെ പ്രവൃത്തികളെ കൂടുതൽ ആത്മാർത്ഥതയോടെയും അർത്ഥത്തോടെയും ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം ഗുഡ് ഡീഡ് ഡിറ്റക്ടർ എന്ന വളരെ പ്രായോഗികമായ ഒരു മാനസിക ഉപകരണം നമ്മൾ പരിചയപ്പെട്ടു. ഒരു പ്രവൃത്തി നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നുണ്ടോ അതോ അകറ്റുന്നുണ്ടോ എന്ന് സ്വയം ചോദിച്ച് ജീവിതത്തിലെ ചെറുതും വലുതുമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നൊരു കോമ്പസ്. ഇത് ഓരോ വ്യക്തിയെയും ശാക്തീകരിക്കുന്ന ഒരു ചിന്തയാണ്. കാരണം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ഒരു ആന്തരികമായ അളവുകോൽ അത് നമുക്ക് നൽകുന്നു. മറ്റൊരാളുടെ വിധിക്കായി കാത്തുനിൽക്കാതെ സ്വന്തം ആത്മീയ വളർച്ചയെ അടിസ്ഥാനമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ ഇത് നമ്മളെ സഹായിക്കും. തീർച്ചയായും. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആലോചിക്കാനായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ വ്യക്തിപരമായ തലത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചാണ്. എന്റെ പ്രവൃത്തി എന്നെ എങ്ങനെ മാറ്റുന്നു, നിങ്ങളുടെ പ്രവൃത്തി നിങ്ങളെ എങ്ങനെ മാറ്റുന്നു. എന്നാൽ ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. ഒരു സമൂഹം മുഴുവൻ ഈ ഗുഡ് ഡീഡ് ഡിറ്റക്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? ഓരോരുത്തരും തങ്ങളുടെ ജോലികളിലും കുടുംബബന്ധങ്ങളിലും സാമൂഹിക ഇടപെടലുകളിലും ഈ ചോദ്യം ചോദിക്കാൻ തുടങ്ങിയാൽ, എന്റെ ഈ പ്രവൃത്തി എന്നെയും എന്റെ ചുറ്റുമുള്ളവരെയും ഞങ്ങളുടെ സമൂഹത്തെയും ദൈവത്തോടടുപ്പിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹം രൂപപ്പെട്ടാൽ എങ്ങനെയുള്ളൊരു സാമൂഹികവും ആത്മീയവുമായ മുന്നേറ്റമായിരിക്കും അത് സൃഷ്ടിക്കുക? ഈ ചോദ്യം നിങ്ങൾക്ക് വിട്ടുതരുന്നു. അടുത്ത തവണ കാണുന്നതുവരെ നന്ദി.